ചേട്ടാ അത് എത്രയായി അപ്പം? ചേട്ടാ ഇവിടെ മറ്റേ ബിറ്റ് കോയിൻ എടുക്കുമോ? ചേട്ടാ ഇവിടെ ബിറ്റ് കോയിൻ എടുക്കുമോ? മറ്റേ ക്രിപ്റ്റോ കറൻസി. ബിറ്റ് കോയിൻ ഒറിജിനലി ക്രിയേറ്റ് ചെയ്തത് ഫ്യൂച്ചറിന്റെ കറൻസി ആയിട്ടാണ്. ഗവൺമെന്റ്സിന് എപ്പോ വേണമെങ്കിലും ക്യാഷ് പ്രിന്റ് ചെയ്യാം, അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇൻട്രസ്റ്റ് റേറ്റുകൾ അഡ്ജസ്റ്റ് ചെയ്യാം. ബാങ്ക്സ് ആൻഡ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് മണി കംപ്ലീറ്റ്ലി കൺട്രോൾ ചെയ്യുന്നതും ട്രാക്ക് ചെയ്യുന്നതും. ഇതെല്ലാം മാറ്റി ക്യാഷിന്റെ കംപ്ലീറ്റ് കൺട്രോൾ നമുക്ക്, അതായത് പബ്ലിക്കിന് തിരിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ബിറ്റ് കോയിൻ ക്രിയേറ്റ് ചെയ്തത്. ഫിയറ്റ് കറൻസിനെ റീപ്ലേസ് ചെയ്യാൻ കൊണ്ടുവന്ന ബിറ്റ് കോയിൻ അത് അതിന്റെ ഗോൾ അച്ചീവ് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. സോ വെൽക്കം ബാക്ക് ടു ദ ചാനൽ ഗൈസ്, ലെറ്റ്സ് സ്റ്റാർട്ട്. ഇതിനു വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ എക്സ്പെരിമെന്റ് നടത്തിയിട്ടുണ്ട്. പക്ഷെ ഇത് വളരെ അൺസയന്റിഫിക് ആയിട്ടാണ് ഞാൻ ഈ എക്സ്പെരിമെന്റ് നടത്തിയിരിക്കുന്നത്. പക്ഷെ നമുക്ക് ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി ദിസ് ഇസ് മോർ ദാൻ എനഫ്. ആ ഒരു ചെറിയ എക്സ്പെരിമെന്റ് നമുക്ക് കണ്ടു നോക്കാം. ചേട്ടാ ഇവിടെ ബിറ്റ് കോയിൻ എടുക്കുമോ? മറ്റേ ക്രിപ്റ്റോ കറൻസി എടുക്കുന്നില്ല? ക്യാഷ് മാത്രമേ എടുക്കുന്നുള്ളൂ. അല്ല പലതരത്തിലുള്ള മറ്റേ എത്തേറിയം അങ്ങനെ പലതരത്തിലുള്ള ഉണ്ട്. എടുക്കുന്നില്ല? ഓ ഓക്കെ. ഇതെടുക്കും, ബിറ്റ് കോയിൻ എടുക്കുമോ? മറ്റേ ക്രിപ്റ്റോ കറൻസി അല്ല മറ്റേ എത്തേറിയം ഉണ്ട്, അങ്ങനെ പല തരത്തിലുള്ള ക്രിപ്റ്റോ കറൻസി ഉണ്ട്. ഏതെങ്കിലും എടുക്കുമോ? ഇല്ല, ക്യാഷ് മാത്രമേ. ചേട്ടാ ഇവിടെ ഇതെടുക്കും, ബിറ്റ് കോയിൻ എടുക്കുമോ? മറ്റേ ക്രിപ്റ്റോ കറൻസി എത്തേറിയം അങ്ങനെ പലതുണ്ട്, പല ഐറ്റങ്ങളുണ്ട്. അതുകൊണ്ട് എടുക്കില്ല അല്ലേ? ഓ ചേട്ടാ ഇവിടെ ബിറ്റ് കോയിൻ എടുക്കുമോ? ബിറ്റ് കോയിൻ മറ്റേ ക്രിപ്റ്റോ കറൻസി ഇല്ലല്ലോ, എത്തേറിയം അങ്ങനെ ഒന്നും എടുക്കുന്നില്ല അല്ലേ? ക്യാഷ്. ചേട്ടാ അത് എത്രയായി അപ്പം? ചേട്ടാ ഇവിടെ മറ്റേ ബിറ്റ് കോയിൻ എടുക്കുമോ? മറ്റേ ക്രിപ്റ്റോ കറൻസി ഏതെങ്കിലും എടുക്കുമോ? എടുക്കത്തില്ല. ഓ ശരി. ഒരു വൈഡ് സ്പ്രെഡ് ആയിട്ട് ഫിയറ്റ് കറൻസിനെ റീപ്ലേസ് ചെയ്യാൻ ബിറ്റ് കോയിനോ അല്ലെങ്കിൽ വേറൊരു ക്രിപ്റ്റോ കറൻസിക്കോ ഇതുവരെ സാധിച്ചിട്ടില്ല. നിങ്ങൾ ഒരു കടയിൽ ചെന്നൊരു സാധനം മേടിച്ച് ഇനിയിപ്പോ അവിടെ ക്രിപ്റ്റോ കറൻസി ബിറ്റ് കോയിൻ ഒക്കെ അക്സെപ്റ്റ് ചെയ്യുമെങ്കിൽ തന്നെ ഒരു ബിറ്റ് കോയിൻ അയച്ചു കൊടുക്കാനായി മിനിമം 10 മിനിറ്റ്സിന്റെ എങ്കിലും ടൈം എടുക്കും, ട്രാൻസാക്ഷൻ ടൈം എടുക്കും, ചിലപ്പോൾ അതിൽ കൂടുതൽ എടുക്കും. ഇനി ഇത്തീരിയം ആണെങ്കിൽ നിങ്ങൾ സെൻഡ് ചെയ്യുകയാണെങ്കിൽ ആ സെൻഡ് ചെയ്യുന്ന എമൗണ്ട് എത്രയാണോ ഏകദേശം ആ സെയിം എമൗണ്ട് തന്നെ നിങ്ങൾക്ക് ഗ്യാസ് ഫീസ് ആയിട്ട് അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ ഫീസ് ആയിട്ട് കൊടുക്കേണ്ടി വരും. സോ ആസ് ഓഫ് നൗ ഇതൊന്നും തന്നെ നമുക്ക് ഡെയിലി നമ്മുടെ ഒരു ഡേ ടു ഡേ ലൈഫിന് വയബിൾ ആയിട്ടുള്ള ഒരു ട്രാൻസാക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡ് ആയിട്ടില്ല. ഇത്രയും സ്റ്റേബിൾ ആയിട്ടുള്ള നമ്മുടെ ഫിയറ്റ് കറൻസി ഉള്ളപ്പോൾ, അതായത് നമ്മുടെ ഇന്ത്യൻ റുപ്പീസ് ഉള്ളപ്പോൾ ഇത്രയും വോളറ്റൈൽ ആയിട്ടുള്ള ക്രിപ്റ്റോ കറൻസീസ് നമ്മുടെ ഡേ ടു ഡേ ലൈഫിന് ആവശ്യമുണ്ടോ? പക്ഷെ ക്രിപ്റ്റോ കറൻസീസ് ഫ്യൂച്ചറിന്റെ കറൻസി ആണ് എന്നല്ലേ? അപ്പോൾ ശരിക്കും എന്താണ് ഫ്യൂച്ചർ? അതാണ് മെറ്റവേഴ്സ്. നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ ഇരുന്ന് നമുക്ക് ഇൻസ്റ്റന്റ്ലി ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വെർച്വൽ യൂണിവേഴ്സ് ആണ് മെറ്റവേഴ്സ്. നമ്മൾ ഇപ്പോൾ തന്നെ പാർഷ്യലി മെറ്റവേഴ്സിന്റെ ഭാഗമാണ്. അതേപോലെ നമ്മൾ പാർഷ്യലി ഒരു സൈബോർഗ് ആണ്. നമ്മളുടെ ഇന്റർനെറ്റിലുള്ള ജീവിതം, നമ്മുടെ ഇന്റർനെറ്റിലുള്ള പ്രൊഫൈൽസ്, നമ്മുടെ പേഴ്സോണ, നമ്മുടെ പേഴ്സണാലിറ്റി എല്ലാം നമ്മളെ ആ ഒരു വെർച്വൽ വേൾഡിന്റെ ഭാഗമാക്കി മാറ്റിയിരിക്കുകയാണ്. അതേപോലെ സ്മാർട്ട് ഫോൺ നമ്മുടെ ഒരു ബോഡിയുടെ എക്സ്റ്റൻഷൻ ആയി മാറിയിരിക്കുകയാണ്. നമ്മുടെ ഒരു ഡേ ടു ഡേ ലൈഫ് ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമായി മാറി സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പാർഷ്യലി ഒരു സൈബോർഗ് ആണ്. ഇതിന്റെ എല്ലാം ഒരു നെക്സ്റ്റ് സ്റ്റേജ് ആണ് ആക്ച്വൽ മെറ്റവേഴ്സ് എന്ന് പറയുന്നത്. മാർക്ക് സക്കർബർഗ് നമ്മുടെ ഏലിയൻ അളിയന്റെ മെറ്റവേഴ്സ് വരുന്നുണ്ട്. അതേപോലെ ഡീസെൻട്രലാൻഡ് ആൻഡ് സാൻഡ്ബോക്സ് ഇപ്പോൾ കറന്റ്ലി ഉള്ള മെറ്റവേഴ്സസ് ആണ്. ഇതിനെല്ലാം അതിൻ്റെതായിട്ടുള്ള ഒരു ക്രിപ്റ്റോ കറൻസിയും കൂടിയുണ്ട് ഈ ഒരു മെറ്റവേഴ്സിൽ നമുക്ക് ട്രാൻസാക്ഷൻസ് ചെയ്യാനായിട്ട്. നിങ്ങൾ NFTസിനെ പറ്റി കേട്ടിട്ടുണ്ടാവും, നോൺ ഫഞ്ചബിൾ ടോക്കൺസ്. ഈ മെറ്റവേഴ്സസിൽ നമ്മൾ ഓരോ അസറ്റ്സ് ഓൺ ചെയ്യുന്നത്, ഓരോ കാര്യങ്ങൾ ഓൺ ചെയ്യുന്നത് NFTs ആയിട്ടായിരിക്കും. അതിപ്പോൾ നിങ്ങൾക്ക് മെറ്റവേഴ്സിൽ ഒരു വീട് മേടിക്കണം, ഒരു സ്ഥലം മേടിക്കണം, ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആ മെറ്റവേഴ്സിൽ ഇടാൻ ഒരു ഷൂ മേടിക്കണം, ടീഷർട്ട് മേടിക്കണം, ഇതെല്ലാം ഒരു NFTയുടെ രൂപത്തിലായിരിക്കും. ഒരു NFT എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമുക്കൊരു ഡിജിറ്റൽ അസറ്റ് ഓൺ ചെയ്യാൻ പറ്റുന്ന ഒരു ടോക്കൺ ആണ് NFT എന്ന് പറയുന്നത്. അതിനെ വേറൊരാൾക്ക് റീപ്ലേസ് ചെയ്യാനോ കോപ്പി ചെയ്യാനോ ഓൺ ചെയ്യാനോ സാധിക്കത്തില്ല. സോ മെറ്റവേഴ്സിലുള്ള ഈ NFTസിന്റെ എല്ലാം ട്രാൻസാക്ഷൻ നടക്കാൻ പോകുന്നത് ക്രിപ്റ്റോ കറൻസി ഉപയോഗിച്ചിട്ടാണ്. സോ അതാണ് ഭാവിയെങ്കിൽ ബിറ്റ് കോയിൻ ഇവിടെ വന്നത് ഒരു ഫിയറ്റ് കറൻസിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. എന്നാൽ നമുക്കൊരു ബാങ്കോ ഒരു ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനോ ഒരു മിഡിൽ മാനോ ഒരു ഗവൺമെന്റോ ഇല്ലാതെ നമുക്ക് ഇന്റർനെറ്റിലൂടെ ഇൻഫർമേഷൻ എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാം, അതേപോലെ തന്നെ നമുക്ക് ഇന്റർനെറ്റിലൂടെ വാല്യൂ ട്രാൻസ്ഫർ ചെയ്യാം എന്നുള്ളതിന്റെ പ്രൂഫ് ആയിട്ടാണ്. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.
സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു വാല്യൂ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുന്നത് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇതേപോലുള്ള മറ്റു വീഡിയോകൾ നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതും കൺസിഡർ ചെയ്യുക. എങ്ങനെയാണ് ഒരു മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യുന്നത്, അതിൻ്റെ ഒരു പ്രോസസ് എന്താണ് എന്നറിയണമെങ്കിൽ ഈ വീഡിയോ ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ലേൺ, ബി സ്മാർട്ട് ആൻഡ് ബി ഫൈനാൻഷ്യലി ഫ്രീ.